എന്റെ പേര് വിനോദ്. വീട്ടിൽ എന്നെ വിനു എന്ന് വിളിക്കും. എന്റെ വീട്ടിൽ ഞാൻ കൂടാതെ അച്ഛനും അമ്മയുമാണുള്ളത്. അച്ഛനും അമ്മയും ജോലിക്കാരാണ്. ഞാൻ +2 പഠിക്കുന്ന സമയത്തെ എന്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്താണ് പാപ്പന്റെ വീട്. പാപ്പൻ കൂടാതെ പാപ്പന്റെ ഭാര്യ ആശ ആന്റിയും കുഞ്ഞുമകൾ അനുവുമാണ് അവിടെയുള്ളത്. പാപ്പന് ലണ്ടനിലാണ് ജോലി. 6 മാസം കൂടുമ്പോൾ നാട്ടിൽ വരും. ആശ ആന്റി നാട്ടിൽ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. മകൾ അനു 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വലിയ കുസൃതിക്കാരിയാണവൾ. ഇനി ആശ ആന്റിയെക്കുറിച്ച് പറയാം. ആന്റിയാണ് എന്റെ അനുഭവങ്ങളിലെ നായിക. ആന്റിക്ക് ഒരു 30 വയസ്സുണ്ടാകും. എന്നാൽ കണ്ടാൽ അതുപോലും തോന്നിക്കില്ല. ആന്റിക്ക് അനന്യയുടെ ഒരു ചായയും ശരീരഘടനയുമാണ്. അതായത് നല്ല ഒത്ത ശരീരഘടന, പിന്നെ ഫിറ്റായ വയറും എത്തി നിൽക്കുന്ന തലമുടിയും. ആദ്യമൊന്നും ഞാൻ ആന്റിയെ അങ്ങനെ കണ്ടിരുന്നില്ല. എന്റെ 10ാം ക്ലാസ് പഠനത്തിന് ശേഷമാണ് ഞാൻ ആന്റിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. പാപ്പൻ നാട്ടിലില്ലാത്തപ്പോൾ ആശ ആന്റി ഒറ്റയ്ക്കായതുകൊണ്ട് രാത്രി ഞാൻ പാപ്പന്റെ വീട്ടിലായിരുന്നു കിടന്നിരുന്നത്. ആദ്യമൊന്നും അതെനിക്ക് ഒരു വലിയ കാര്യമായിരുന്നില്ല. പിന്നീട് അതെനിക്കൊരു ഭാഗ്യമായി മാറി. കാരണം കുറെ നേരം ആന്റിയെ നോക്കാൻ ഒരവസരമാണല്ലോ അത്. അതൊരു പ്രത്യേക സുഖമാണ്. അത് കഴിഞ്ഞ് സുഖമായി പോയി കിടന്നുറങ്ങും. ഇതെല്ലാം എന്റെ മനസ്സിനെ വല്ലാതെ കൊതിപ്പിച്ചുകൊണ്ടിരുന്നു. ആയിടയ്ക്കാണ് ഭാഗ്യം ഒരു വണ്ടിയുടെ രൂപത്തിൽ വരുന്നത്. എന്തെന്നാൽ പാപ്പൻ പോകുന്നതിന് മുൻപ് ആന്റിക്ക് വേണ്ടി ഒരു സ്കൂട്ടി ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി വണ്ടി കൊണ്ടുവന്നു. ഒരു വെളുത്ത ഡിയോ ആയിരുന്നു വണ്ടി. ആന്റിക്ക് ഓടിക്കാൻ അറിയില്ലായിരുന്നു. പിന്നീട് ആന്റിയെ ഓടിക്കാൻ പഠിപ്പിക്കാനുള്ള ചുമതലയും എനിക്കായി. അതും എനിക്കൊരു ഭാഗ്യമായി. അങ്ങനെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ അടുത്തുള്ള ഗ്രൗണ്ടിൽ പോയി തുടങ്ങി. ആന്റിയുടെ ബാക്കിലിരുന്ന് ബാലൻസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അങ്ങനെ ഞങ്ങളുടെ പ്രാക്ടീസ് തുടർന്നുകൊണ്ടിരുന്നു. കൂടെ എന്റെ ഇഷ്ടവും വളർന്നുകൊണ്ടിരുന്നു. ആന്റി നല്ല ചായയും തരും. ഞാൻ അതും കുടിച്ച് വീട്ടിൽ പോകും. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ ഞാൻ ഗ്രൗണ്ടിൽ പോകാൻ ഒരുങ്ങി നിന്നു. ആന്റി റൂമിൽ ഒരുങ്ങുകയായിരുന്നു. പെട്ടെന്ന് ആന്റി എന്നെ "ഇങ്ങോട്ടൊന്നു വാ വിനു" എന്ന് പറഞ്ഞു വിളിച്ചു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ആന്റി കതകിലൂടെ തലയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, "വിനു, എന്റെ ഒരു റെഡ് ചുരിദാർ മുകളിൽ ഉണങ്ങാനിട്ടിട്ടുണ്ട്. നീ ഒന്ന് എടുത്തു വരുമോ?" ഞാൻ വേഗം പോയി ചുരിദാർ എടുത്തു വന്നു. എന്നിട്ട് ആന്റിയെ വിളിച്ചു. ആന്റി കതക് ചെറുതായി തുറന്ന് കൈ കാണിച്ചു. പിന്നെ ഞങ്ങൾ വണ്ടിയെടുത്ത് ഗ്രൗണ്ടിലേക്ക് വിട്ടു. അങ്ങനെ പ്രാക്ടീസ് തുടങ്ങി. അപ്പോഴും ആന്റിയുടെ രാവിലത്തെ പ്രകടനങ്ങളായിരുന്നു എന്റെ മനസ്സ് നിറയെ. അങ്ങനെ ഓരോന്നാലോചിച്ച് വണ്ടിയോടിച്ച് സമയം കുറെ കഴിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആന്റി പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ ഞാൻ വണ്ടി വീട്ടിലേക്ക് എടുത്തു. വീട്ടിലെത്തിയതും ആന്റി അകത്തോട്ട് വരാൻ പറഞ്ഞ് കയറിപ്പോയി. ഞാനും മെല്ലെ കൂടെ കയറി. എന്നിട്ട് TV ഓൺ ചെയ്ത് അവിടെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞും ആന്റിയെ കാണാതായപ്പോൾ ഞാൻ മെല്ലെ അവിടുന്ന് എഴുന്നേറ്റ് തെരഞ്ഞു. ഞാൻ മെല്ലെ തിരിച്ച് പഴയ സ്ഥലത്ത് തന്നെ വന്നിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആന്റി വന്നു. എന്നിട്ട് ചായ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞു. ആന്റി ചായ ഉണ്ടാക്കാൻ പോയ സമയം ആന്റിയുടെ ചുരിദാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിനടുത്ത് നല്ല മണവും വരുന്നുണ്ട്. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ആന്റിയുടെ വക പാൽ ചായയും കിട്ടി. അതും കുടിച്ച് ഞാൻ വീട്ടിൽ പോയി. അന്ന് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. വീട്ടിൽ അച്ഛനും അമ്മയും ജോലിക്കാരായതുകൊണ്ട് അവർ രാവിലെ ഉണ്ടാകില്ല. അതുകൊണ്ട് ഞാൻ സമാധാനമായി മുകളിലെ എന്റെ റൂമിൽ ലാപ്ടോപ്പിൽ വീഡിയോ കണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. വിനു എന്ന വിളിയാണ് ഞാൻ ആദ്യം കേട്ടത്. റൂമിന്റെ ഡോറ് തുറന്ന് ആന്റി നിൽക്കുന്നു. ഞാനൊന്ന് ഞെട്ടിപ്പോയി. ആന്റി ഞെട്ടിക്കൊണ്ട് "എന്താ ഇത് വിനു" എന്നും പറഞ്ഞ് അപ്പോൾ തന്നെ താഴേക്ക് പോയി. ആന്റി അമ്മയോട് പറയുമോ എന്ന പേടിയായിരുന്നു പിന്നെ എനിക്ക്. ഞാൻ എല്ലാം ഇട്ട് വേഗം താഴേക്കിറങ്ങി. ആന്റി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. ഞാൻ ആന്റിയുടെ അടുത്ത് ചെന്ന് പരമാവധി വിനയത്തോടെ പറഞ്ഞു, "ആശ ആന്റി പ്ലീസ്, ഇതാരോടും പറയല്ലേ, അറിയാതെ പറ്റിയതാ." ആന്റി ആദ്യം കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ ഒന്ന് മൂളി. എന്നിട്ട് പറഞ്ഞു, "ശരി ശരി, ഞാൻ ആരോടും പറയാൻ പോകുന്നൊന്നുമില്ല. എനിക്ക് നിന്റെ ലാപ്ടോപ്പ് ഒന്ന് വേണം. അതിനാ ഞാൻ വന്നത്. പാപ്പൻ ഇപ്പോൾ വീഡിയോ കോൾ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു." എനിക്കൊരു പകുതി സമാധാനമായി. ഞാൻ വേഗം ലാപ്ടോപ്പ് എടുത്ത് ആന്റിക്ക് കൊടുത്തു. ആന്റി അതെടുത്ത് വീട്ടിലേക്ക് പോയി. പിന്നെ എന്റെ ആലോചന ആന്റി എങ്ങനെ അകത്ത് കയറിയെന്നായിരുന്നു.
നോക്കിയപ്പോൾ കിച്ചൺ ഡോർ തുറന്നു കിടപ്പുണ്ടായിരുന്നു. ഞാൻ ലോക്ക് ചെയ്യാൻ മറന്നതാണ്. ഞാൻ എന്നെ തന്നെ മനസ്സിൽ പഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആന്റിയുടെ കോൾ വന്നത്. ഞാൻ ഒരു മടിയോടെ ഫോൺ എടുത്തു. ആന്റി പറഞ്ഞു, ലാപ്ടോപ്പ് ചാർജർ എടുക്കാൻ മറന്നു വിനു, നീ ഒന്ന് എടുത്തു വരുമോ എന്ന്. ഞാൻ ചാർജറും എടുത്ത് വേഗം ആന്റിയുടെ വീട്ടിലേക്ക് പോയി. ആന്റി ഡോർ തുറന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ചാർജ് കഴിഞ്ഞു ഓഫായി പോയി. വിനു, നീ ഒന്ന് ഓണാക്കിയേ. ഞാൻ പോയി ലാപ്ടോപ്പ് ഓണാക്കി. ചാർജ് കഴിഞ്ഞു ഓഫായതുകൊണ്ട് സിസ്റ്റം റീസ്റ്റോർ ആണ് വന്നത്. അതുകൊണ്ട് ആന്റി ഓപ്പൺ ആക്കിയ എല്ലാ ഫയൽസും വന്നു. അതിൽ ഞാൻ കാണുന്ന വീഡിയോയും ഓപ്പൺ ആയി കിടക്കുന്നു. ഞാൻ അപ്പോഴത്തെ ടെൻഷനിൽ അത് ഹൈഡ് ചെയ്യാൻ മറന്നതായിരുന്നു. ആന്റി അതെല്ലാം ഓപ്പൺ ആക്കി കണ്ടിരിക്കുന്നു. പെട്ടെന്ന് ആന്റി അടുത്ത് വന്നിരുന്നു. ഞാൻ വേഗം വീഡിയോ ക്ലോസ് ചെയ്തു. അത് ആന്റി കണ്ടിരുന്നു. ഞാൻ ആന്റിയെ നോക്കിയപ്പോൾ ആന്റിയുടെ മുഖത്ത് ഒരു ചമ്മൽ വന്നു. പിന്നെ ആന്റി വീഡിയോ കോൾ ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും ആന്റിയുടെ കോളിംഗ് കഴിഞ്ഞിരുന്നു. ആന്റി വീട്ടിൽ ഡ്രസ് മാറാതിരുന്നത് ഒരു ഭാഗ്യം തന്നെയായി എനിക്ക് തോന്നി. അല്ലെങ്കിൽ പാപ്പൻ പഠിപ്പിച്ചതാകാം. കാരണം പെട്ടെന്ന് കാര്യം തുടങ്ങാമല്ലോ. കൂടാതെ ഞാൻ ആന്റിയുടെ അടുത്ത് ആലോചിക്കുമ്പോ തന്നെ കൊതി ചെന്ന് ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു, വിളിച്ചു കഴിഞ്ഞോ ആന്റി? അപ്പോൾ ആന്റി പറഞ്ഞു, ആടാ, നിന്നെ പാപ്പൻ ചോദിച്ചു. ഞാൻ മെല്ലെ ആന്റിയുടെ അടുത്ത് പോയിരുന്നു. അപ്പോൾ ആന്റി പതിഞ്ഞ ശബ്ദത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നും അറിയുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന്. ഞാനൊന്ന് പേടിച്ചുകൊണ്ട് ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞത് ആന്റി? ആന്റി ഒന്ന് മൂളി. എന്നിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. വീട്ടിൽ അച്ഛനും അമ്മയും വരാൻ സമയമായിരുന്നു. ഞാൻ മെല്ലെ വീട്ടിലേക്ക് നടന്നു. ആന്റി എന്തൊക്കെയോ മനസ്സിൽ വെച്ച് പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ രാത്രിയായപ്പോൾ ഞാൻ ആന്റിക്ക് കൂട്ടുകിടക്കാൻ പോയി. കതക് മുട്ടിയപ്പോൾ പെട്ടെന്ന് തന്നെ ആന്റി വന്നു തുറന്നു. ഒരു ചിരിയും ആന്റിയുടെ മുഖത്തുണ്ടായിരുന്നു. ഞാൻ മോള് ഉറങ്ങിയോ എന്ന് ചോദിച്ചു. ആന്റി പറഞ്ഞു, ഇല്ലടാ, അതാ ഇരുന്നു TV കാണുന്നു. ഇതിന് ഉറക്കമില്ലേ എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. എന്നിട്ട് ഞാൻ അനുമോളിന്റെ അടുത്ത് പോയിരുന്നു TV കണ്ടു. അതിനിടെ അനു കയ്യിലുള്ള പാൽ ഗ്ലാസ് തറയിലിട്ട് കളഞ്ഞു. ആന്റി അവളെ വഴക്ക് പറഞ്ഞ് അടുക്കളയിൽ പോയി ഒരു തുണി എടുത്തു വന്നിട്ട് ഞങ്ങളോട് കാലുകൾ പൊക്കി സോഫയിൽ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് ആന്റി ഞങ്ങളുടെ മുന്നിലിരുന്ന് തുടക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആന്റി എന്നെ ശരിക്കും ഒന്ന് നോക്കിയിട്ട് പോയി. പിന്നെയാണ് ആന്റി അത് ശരിക്കും കണ്ടിരിക്കുന്നു. അതാണ് അങ്ങനെ നോക്കിയത് എന്ന് എനിക്ക് മനസ്സിലായി. ആന്റി പിന്നെ അതറിഞ്ഞ ഭാവം നടിച്ചതുമില്ല. എന്നിട്ട് ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് കൊച്ചിനെയും വിളിച്ച് ആന്റി പോയി. എനിക്കും വല്ലാതെ ഉറക്കം വന്നിരുന്നു. ഞാനും വേഗം പോയി കിടന്നു. അപ്പോഴും എന്റെ മനസ്സ് നിറയെ ആന്റി ആയിരുന്നു. പാപ്പൻ ഇല്ലാത്തപ്പോൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നൊക്കെ ആലോചിച്ച് ആന്റിയെ സ്വപ്നം കണ്ട് ഞാൻ ഉറങ്ങി. രാവിലെ ആന്റിയാണ് എന്നെ വിളിച്ചുണർത്തുന്നത്. എന്നിട്ട് ഗ്രൗണ്ടിൽ പോകണ്ടേ വിനു എന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് റെഡിയായി. അങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കി ഞാൻ നിന്നു. എന്നിട്ട് ആന്റി വന്ന് പിറകിൽ കയറി. പെട്ടെന്ന് ഞാൻ ഒന്ന് ഞെട്ടി. കാരണം സാധാരണ ആന്റി ലെഫ്റ്റ് സൈഡിലേക്ക് 2 കാലുകൾ വെച്ചാണ് ഇരിക്കാറ്. എന്നാൽ ഇന്ന് 2 സൈഡിലും കാലുകൾ വെച്ച് എന്നോടൊട്ടിയിരിക്കുന്നു. എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നതായി തോന്നി. സാധാരണ പാപ്പന്റെ കൂടെ പോകുമ്പോഴാണ് ഇങ്ങനെ ഇരിക്കാറ്. ഞങ്ങൾ അങ്ങനെ ഗ്രൗണ്ടിലേക്ക് പുറപ്പെട്ടു. വണ്ടി ഓടിക്കുമ്പോൾ ആന്റിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ മെല്ലെ ഒരു കുഴി ചാടിച്ചു നോക്കി. അതെനിക്ക് കൂടുതൽ സുഖം നൽകി. അവസരം ഒന്ന് മുതലെടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. കൂടുതൽ കുഴികളുള്ള ഷോർട്ട് വഴിയിലൂടെ തന്നെ ഞാൻ വണ്ടിയെടുത്തു. അങ്ങനെ ഗ്രൗണ്ടിലെത്തി ഞാൻ ബാക്കിൽ കയറിയിരുന്നു. ആന്റി ഓടിച്ചു തുടങ്ങിയപ്പോൾ അപ്രതീക്ഷിതമായി വണ്ടിയുടെ ബാലൻസ് പോയി. ഞാൻ ബ്രേക്കിട്ട് വണ്ടി കൺട്രോൾ ചെയ്ത് നിർത്തി. ആന്റി വല്ലാതെ വിയർത്തിരുന്നു. ഞാൻ അറിയാത്ത ഭാവത്തിൽ, എന്തു പറ്റി ആന്റി എന്ന് ചോദിച്ചു. ആശ ആന്റി ഒന്നുമില്ലാത്ത പോലെ പറഞ്ഞു, ഒന്നുമില്ലടാ, ഒരു തലവേദന. ഇനി വയ്യ, നാളെ വരാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. പതിവ് പോലെ ഞാൻ ആന്റിയുടെ വീട്ടിൽ കയറിയിരുന്നു. ആന്റി അകത്തേക്ക് പോയി. ഞാൻ മെല്ലെ പിന്നിൽ പോയി നോക്കി. ഞാൻ ഹാളിൽ പോയി കാത്തിരുന്നു. എന്റെ മനസ്സിൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ആന്റി പുറത്തു വന്നു. എന്നിട്ട് ചോദിച്ചു, നീ ഇന്ന് ക്ലാസ്സിൽ പോകുന്നില്ലേ വിനു? ഞാൻ പറഞ്ഞു, ആ പോകുന്നുണ്ട് ആന്റി. പിന്നെ ആന്റി കുട്ടിയെ എഴുന്നേൽപ്പിക്കാൻ പോയി. ഞാൻ വീട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞു നടന്നു. അന്ന് ക്ലാസ്സിൽ എന്റെ ആലോചന മുഴുവൻ ആന്റിയെ കുറിച്ചായിരുന്നു. ഞാൻ തലവേദന എന്ന് പറഞ്ഞ് ഡെസ്കിൽ തലവെച്ച് കിടന്നു. എന്റെ മനസ്സ് നിറയെ ആന്റിയെ ആശിച്ചു പോയി.
ഒരു പ്രത്യേക സ്നേഹത്തോടെയുള്ള നുള്ളലായിരുന്നു അത്. ആന്റിയുടെ ഈ സ്നേഹം എനിക്ക് നൽകിയ സന്തോഷം വാക്കുകൾക്ക് അതീതമായിരുന്നു. ഞാൻ മെല്ലെ ലൈറ്റ് ഓൺ ആക്കി. ആന്റിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് എന്റെ ചിരി അടയ്ക്കാനായില്ല. ആന്റിക്കും ചിരി വന്നു. പിന്നെ ചുരിദാർ മാറ്റി. ആ രംഗം കാണാൻ ആഗ്രഹിച്ചതായിരുന്നു. ആന്റി തന്നെ ചുരിദാർ മാറ്റി തന്നു. ഞാൻ ഒരു നിമിഷം നോക്കി നിന്നു. എന്റെ നോട്ടം കണ്ട ആന്റി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, "എന്താ വിനു ഇങ്ങനെ നോക്കുന്നേ?" "ഒന്നുമില്ല ആന്റി" എന്ന് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് ആന്റി എഴുന്നേറ്റ് വാതിൽ ലക്ഷ്യമാക്കി നടന്നു. "എന്താ പറ്റി?" എന്ന് ഞാൻ ചോദിച്ചു. "വാതിൽ പൂട്ടിയില്ലേ, അതാണ്" എന്ന് ആന്റി പറഞ്ഞു. വാതിൽ പൂട്ടിയിട്ട് ആന്റി എന്റെ അടുത്തിരുന്നു. "നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ?" ഞാൻ ചോദിച്ചു. ആന്റി ഒന്ന് പുഞ്ചിരിച്ചു. "അല്ല വിനു, നിന്റെ അങ്കിൾ ഇങ്ങനെ ഒന്നിനും ശ്രദ്ധിക്കാറില്ല. നീ അങ്ങനൊന്നും വിചാരിക്കണ്ട. എന്നെ ഒന്ന് സുഖിപ്പിക്കൂ എന്ന്." ആന്റി പറഞ്ഞു. എന്റെ മനസ്സൊന്ന് തണുത്തു. അങ്കിൾ വരുമ്പോൾ മിക്ക ദിവസങ്ങളിലും ആന്റി ഓഫീസിൽ പോകാത്ത കാര്യം ഞാൻ അപ്പോഴാണ് ഓർത്തത്. അങ്കിളിനോടൊപ്പം ആന്റി എപ്പോഴും ഉണ്ടാകില്ല. ഞാൻ ആന്റിയുടെ സ്നേഹത്തെ ഓർത്ത് കുറച്ചുനേരം നോക്കി നിന്നു. "ആദ്യമായിട്ടാണോ വിനു നീ ഇങ്ങനൊക്കെ ചെയ്യുന്നേ?" ആന്റി ചോദിച്ചു. "അതെ ആന്റി" ഞാൻ പറഞ്ഞു. "എന്നെ എപ്പോഴാ സ്നേഹിക്കാൻ തുടങ്ങിയേ?" ആന്റി ചോദിച്ചു. "കുറെ കാലമായി" എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആന്റിയെ മതിയോളം സ്നേഹിച്ചു. ആ സ്നേഹത്താൽ രണ്ടുപേരും സന്തോഷിച്ചു. അവസാനം ഞാനും ക്ഷീണിച്ച് ആന്റിയുടെ അടുത്ത് കിടന്നു. അങ്ങനെ ഏതോ നിമിഷത്തിൽ ഞാൻ ഉറക്കത്തിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോ ആന്റി അടുത്തുണ്ടായിരുന്നില്ല. ഇന്നലെ നടന്നതൊക്കെ ഞാൻ ഒന്നോർത്തു. എല്ലാം ഒരു സ്വപ്നം പോലെ ഉണ്ടായിരുന്നു. പാപ്പനില്ലാത്തതും ഒരു ഭാഗ്യം തന്നെ. ഞാനൊന്ന് പോയി ഫ്രഷായി ഇറങ്ങി. എന്നിട്ട് ആന്റിയെ നോക്കി നടന്നു. നോക്കിയപ്പോൾ ആന്റി അടുക്കളയിൽ ചായ വെക്കുകയാണ്. ആന്റിക്ക് നല്ല മണമുണ്ടായിരുന്നു. കാരണം കുളിച്ച് സുന്ദരിയായി നിൽക്കുകയാണ്. "ആന്റി, നീ എഴുന്നേറ്റോ? ഇപ്പൊ ചായ തരാം." ഞാൻ, "പാൽ മതി ആന്റി." "ആന്റി, പാലൊക്കെ രാത്രി." ഞാൻ, "ഇപ്പോ." "ആന്റി, പോടാ, അമ്മ നോക്കുന്നുണ്ടാകും." ഞാൻ, "എന്നാ ഞാൻ പോകുവാണേ." "ആന്റി, നിക്കടാ, ചായ കുടിച്ചിട്ട് പോകാം." ഞാൻ, "ശരി, വേഗം താ." അങ്ങനെ ആന്റിയുടെ ചായയും കുടിച്ച് ഞാൻ വീട്ടിലേക്ക് നടന്നു. വീട്ടിൽ അമ്മയും അച്ഛനും ഓഫീസിൽ പോകാനുള്ള തിരക്കിലായിരുന്നു. ശനിയാഴ്ച ആയതുകൊണ്ട് എനിക്ക് അവധിയാണ്. അവർ പോയപ്പോൾ ഞാൻ ടിവിയിൽ ഫിലിം കാണാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആരോ കോളിംഗ് ബെല്ലടിച്ചു. ഞാൻ പോയി ഡോർ തുറന്നു നോക്കി. ആശ ആന്റി ആയിരുന്നു അത്. "ദീപ ആന്റി എന്ന് നിങ്ങൾ എഴുതിയത് ആശ ആന്റി തന്നെയാണെന്ന് കരുതുന്നു. ഇന്ന് ഓഫീസില്ലേ?" എന്ന് ഞാൻ ആന്റിയോട് ചോദിച്ചു. ആന്റി ഇന്ന് പോകുന്നില്ല എന്ന് ഒരു നാണച്ചിരിയോടെ പറഞ്ഞു. എന്റെ മനസ്സിൽ ഒരു വലിയ ലഡ്ഡു തന്നെ പൊട്ടി. ആന്റി എന്നോട്, "അങ്ങോട്ട് പോകാം വിനു" എന്ന് പറഞ്ഞു. എനിക്ക് അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള മൂഡുണ്ടായിരുന്നില്ല. ഞാൻ ആന്റിയോട്, "മുകളിൽ എന്റെ റൂമിൽ പോകാം ആന്റി" എന്ന് ചോദിച്ചു. ആന്റി സമ്മതിച്ചു. എന്നിട്ട് മുൻവശത്തെ കതകടച്ച് ഞങ്ങൾ മുകളിലേക്ക് നടന്നു. അങ്ങനെ ഞങ്ങൾ റൂമിൽ കയറി കതകടച്ചു. ആ ഉച്ചസമയം വീടിനുള്ളിൽ ഒരു പ്രത്യേക നിശബ്ദതയായിരുന്നു. വിനുവും ആന്റിയും ആ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. പാപ്പൻ ജോലിക്കായി ദൂരെ പോയതിനാൽ ആന്റിയെ സഹായിക്കാനാണ് വിനു അവിടേക്ക് എത്തിയത്. വിനു എപ്പോഴും ആന്റിയുടെ പ്രിയപ്പെട്ടവനായിരുന്നു. അടുക്കളയിലെ പണികൾ കഴിഞ്ഞ് ആന്റി ഹാളിൽ വന്നിരുന്നു. വിനു ആന്റിയുടെ അരികിലിരുന്ന് പഴയ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. "ആന്റിക്ക് പഴയതിലും ഭംഗി കൂടിയിട്ടുണ്ട് കേട്ടോ," വിനു തമാശയായി പറഞ്ഞു. ആന്റി ഒന്ന് ചിരിച്ചു. "നീ വെറുതെ എന്നെ കളിയാക്കാതെ വിനു. ഈ പ്രായത്തിൽ എന്ത് ഭംഗി." വിനുവിന് ആന്റിയുടെ കൂടെ സമയം ചെലവഴിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും വല്ലാത്ത ഇഷ്ടമായിരുന്നു. പെട്ടെന്നാണ് വിനു ആ ശ്രദ്ധേയമായ കാര്യം ചോദിച്ചത്. "ആന്റി, നമുക്ക് ആന്റിയുടെ ലുക്കൊന്ന് മാറ്റിയാലോ? ഈ മുടിയൊക്കെ ഒന്ന് ട്രിം ചെയ്ത് ഒന്ന് വൃത്തിയാക്കിയാലോ?" ആദ്യം ഒന്ന് മടിച്ചെങ്കിലും വിനുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി ആന്റി സമ്മതിച്ചു. വിനു തന്റെ കയ്യിലുള്ള ട്രിമ്മർ എടുത്ത് ആന്റിയുടെ അരികിലിരുന്നു.
വളരെ ശ്രദ്ധയോടെ അവൻ ആന്റിയെ ഒരുക്കാൻ സഹായിച്ചു. സന്ധ്യയായപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ജനൽക്കൽ മഴ നോക്കി നിൽക്കുമ്പോൾ വിനു പറഞ്ഞു, ആന്റി, എനിക്ക് ആന്റിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ആന്റിക്ക് എപ്പോഴും സന്തോഷമാണോ? ആന്റി വിനുവിന്റെ അരികിൽ വന്നു നിന്നു. അവന്റെ തോളിൽ കൈവച്ച് പറഞ്ഞു, നിന്നെപ്പോലെയുള്ളവർ കൂടെയുള്ളപ്പോൾ എനിക്ക് സന്തോഷം തന്നെയാണ് മോനെ. കുടുംബം എന്നാൽ പരസ്പരം താങ്ങാവുക എന്നതല്ലേ? വിനു ആന്റിയെ ചേർത്ത് പിടിച്ചു. അത് ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷയും സ്നേഹവും അനുഭവപ്പെടുന്ന നിമിഷമായിരുന്നു. ആന്റിയുടെ നെറ്റിയിൽ അവൻ സ്നേഹത്തോടെ ഒന്ന് നൽകി. രാത്രി ഭക്ഷണത്തിന് ശേഷം അവർ മുറ്റത്ത് ഇറങ്ങി നിന്നു. നനഞ്ഞ മണ്ണിൽ നിന്നും വരുന്ന മണം ആസ്വദിക്കുമ്പോൾ വിനു ചോദിച്ചു, ആന്റി, നമുക്കിനിയും ഇങ്ങനെ ഒത്തുചേരാൻ കഴിയില്ലേ? ആന്റി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തീർച്ചയായും വിനു, നമ്മുടെ ഈ സ്നേഹം എന്നും ഉണ്ടാകും. പാപ്പൻ വന്നാലും നമ്മൾ ഇതുപോലെ സംസാരിച്ചിരിക്കും. വിനു ആന്റിയോട് തന്റെ ഭാവിയെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ആന്റി അവന് വേണ്ട ഉപദേശങ്ങൾ നൽകി. അന്ന് രാത്രി പെട്ടെന്ന് ആരോ കതകിൽ മുട്ടി. ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ഞെട്ടിപ്പോയി. ആന്റി, ആരാകുമെടാ വിനു ഈ നേരത്ത്? ഞാൻ അറിയില്ല ആന്റി, ഞാൻ പോയി നോക്കാം. ആന്റി, ശരി, നീ വേഗം പോയി നോക്ക്. ഞാൻ വേഗം എഴുന്നേറ്റ് വസ്ത്രങ്ങളെല്ലാം ശരിയാക്കി. ഞാൻ താഴേക്കിറങ്ങി അച്ഛനോ അമ്മയോ ആയിരിക്കുമോ എന്ന പേടിയോടെ ജനലിലൂടെ പാളി നോക്കി. പുറത്തു നിൽക്കുന്നത് എന്റെ കൂട്ടുകാരൻ അരുണായിരുന്നു. ഞാൻ വേഗം ചെന്ന് കതക് തുറന്നു. അവനോട് വിശേഷങ്ങൾ ചോദിച്ച് അകത്തിരുത്തിയിട്ട് ഞാൻ വേഗം ആന്റിയുടെ അടുത്തേക്ക് ചെന്ന് കാര്യം പറഞ്ഞു. ആന്റി, ആരാടാ വിനു വന്നത്? അതെന്റെ ഫ്രണ്ട് അരുണാണ്. ആന്റി, എന്നാ ശരി, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ, നീ അങ്ങോട്ടേക്ക് വന്നാൽ മതി. ശരി ആന്റി, പോയിക്കോളൂ, ഞാൻ വരാം. അങ്ങനെ ആന്റിയും ഞാനും പുറത്തേക്ക് ഇറങ്ങി. അരുണിനെ കണ്ടപ്പോൾ ആന്റി ഒന്ന് ചിരിച്ചു. അരുണും തിരിച്ചു ചിരിച്ചു. ആന്റി വീട്ടിലേക്ക് പോകാനായി ഇറങ്ങി നടന്നു. അപ്പോഴും അരുൺ ആന്റിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എങ്കിലും ഞങ്ങളുടെ രഹസ്യങ്ങളൊന്നും അവൻ അറിഞ്ഞില്ലല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു ഞാൻ. പിന്നീട് ഞങ്ങൾ എന്റെ മുറിയിലെ കൂടിക്കാഴ്ചകൾ ഒഴിവാക്കി. പകരം എനിക്ക് ആന്റിയെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ ആന്റിയുടെ വീട്ടിൽ തന്നെ പോകും. അവിടെ ഞങ്ങൾ ആർക്കും അറിയാതെ ഞങ്ങളുടെ സന്തോഷങ്ങൾ പങ്കുവെച്ച് ഒപ്പമിരിക്കും. ഇതിന്റെ ബാക്കി കാണാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. പിന്നെ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.